ലോറിയുടെ ഉടമ മനാഫാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിന് തത്സമയം ഇതിൻ്റെ ഉള്ളിൽ എത്ര ലോറി ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10-25-30 സാധനങ്ങൾ വന്നു കഴിഞ്ഞ് അതൊക്കെ ഓരോ ലോറിൻ്റെ ഓരോരോ ചെറിയ ചെറിയ പാർട്സുകളാ, ഭാഗങ്ങളാ. അതായത് ആ ലോറി എന്തായാലും ചിതറിക്കണ്. ആ ചിതറിയതാണ് കാണുന്നത്. ഇതുവരെ ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ വലിയൊരു കയറ് വലിച്ചു കയറ്റി ഈശ്വർ മൽപ്പെ, ആ കയറ് നമ്മളതാണ്. ബാക്കിയുള്ള ഇപ്പം കയറിക്കൊണ്ടിരിക്കണം. ഇന്നിപ്പോൾ ഒരു 10-15 ടൈപ്പ് പാർട്സുകൾ വന്ന് ഒന്നും നമ്മളതല്ല. ഒന്നും ഒരു ഐഡിയ ഇല്ല. എത്ര വാഹനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും ഐഡിയ ഇല്ല. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടോ ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ഇവരതിനെ അലക്ഷ്യമായിട്ടാണ് ഇടുന്നത്. എനിക്ക് ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. കാരണം തന്നെ എന്തൊക്കെ ഒരുപാട് സാധനം വരുന്നുണ്ട്. അതന്നെ ഇപ്പോൾ നമ്മൾ ടാങ്കർ ലോറി ഉണ്ട് പറഞ്ഞു. പക്ഷെ ഈ വരുന്ന സാധനങ്ങൾ പലതും ടാങ്കർ ലോറിൻ്റെ അല്ലാത്തതും വരുന്നുണ്ട്. ഇന്നിപ്പോൾ കിട്ടിയ ഒരു ഡോറിൻ്റെ ഒരു സൈഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കയറുള്ള ഭാഗത്ത് നിന്ന് തന്നെ ഇപ്പോൾ കയറ് ശരിക്ക് കയറ്റിയതല്ല, ആ മരം കയറ്റിയതിൻ്റെ കൂട്ടത്തിൽ കയറ് കൂടി കയറി വന്നതാ. മുന്നേ പറഞ്ഞതാണല്ലോ ഏത്, ഈ മൊത്തം മല ഇടിഞ്ഞു വന്നപ്പോൾ മലന്റെ മുകളിലുള്ള മരങ്ങളടക്കമാണ് വന്നിട്ട് ഇരുന്നത്. അപ്പൊ ഈ മരങ്ങള് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നേവിയുടെ സോണാർ പരിശോധനയിലൊക്കെ ഈ സിഗ്നലുകളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടെത്തുന്ന ഈ പാർട്സുകളായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇത്രയും പാർട്സുകൾ ഉണ്ട്. ഇനിയും കുറേ സാധനങ്ങളുണ്ട് കയറ്റാൻ. പലതും അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പം കണ്ട ഒരു പാർട്സ് ഉണ്ടല്ലോ, നീളത്തിലുള്ള ഒരു 10 ഫൂട്ട് 15 ഫൂട്ടോളം നീളമുള്ള, അത് കയറ്റാൻ തന്നെ വലിയ പ്രയാസമാണ്. ഇതിനെന്തായാലും മറ്റേ ഡ്രഡ്ജർ നിർബന്ധമാണ്. ഒന്ന് ഇവര് നമ്മളെ ഡൈവേഴ്സ് എല്ലാവരും ടയേർഡായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഷിരൂരിലെ തെരച്ചിൽ ഏതാണ്ട് അവസാനിച്ചു. അപ്പോൾ പല ലോകഭാഗങ്ങളും കരയിലേക്ക് ഈശ്വർ മാൽപ്പെ പോലെയുള്ള മുങ്ങൽ വിദഗ്ധന്മാർ വലിച്ചു കയറ്റിയിട്ടുണ്ട്. പലതും ഈ അർജുൻ ഓടിച്ചെന്ന ലോറിയുടേതല്ല എന്നാണ് ലോറി ഉടമ മനാഫ് അല്പം മുമ്പ് പറഞ്ഞത്. ഇനിയും തെരച്ചിൽ തുടർന്നാൽ മാത്രമേ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. തെരച്ചിൽ ഇനി പൂർണ്ണമാകണമെങ്കിൽ ട്രഡ്ജിൽ വരണം. അത് തിങ്കളാഴ്ചയോടെ മാത്രമേ എത്തിക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്താ സംഘത്തിൻ്റെ റിപ്പോർട്ട്.